കോഴിക്കോട് പുല്ലുരാമ്പാറയിലുള്ള ജോർദാൻ ഭവനത്തിലെ തങ്കച്ചൻ ചേട്ടനും ഭാര്യ ലൂസി ചേച്ചിയും. മാനസിക രോഗികളും മറ്റാലംബഹീനരുമായ അനേകർക്ക് ആശ്രയമാകുന്ന ഈ കൂടാരത്തിൽ ഇവർ മുഴുവൻ സമയം കർത്താവിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചന്റെ ദർശനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാഥന്റെ വയലിൽ ഇവർ സേവനം ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ പുറവയലിലെ ഇതുപോലെ തെരുവിലെ മക്കൾക്ക് വേണ്ടി സ്നേഹപൂരം നടത്തുക. ഞങ്ങൾ മൊത്തം 100 പേർക്കുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചത്. കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് പേര് വന്നുകൂടി. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുന്നവരെ എനിക്ക് കാണത്തില്ലല്ലോ, ഇതിനുള്ളിലുള്ളവരുള്ളത് എൻ്റെ ചിന്ത. ആരും ഭക്ഷണം കഴിക്കാതെ പോകരുത്, എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. കൂടെ ഭിക്ഷാടകരും നമ്മൾ ഇടകലർന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. 50 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ആകെ കരുതിയുള്ളൂ. കാരണം ഒരു ഏറി വന്നാൽ 50 പേരെ വരത്തുള്ളൂ റോഡിൽ നിന്ന്. നമ്മളൊരു 50 പേര്, അങ്ങനെ 100 പേർക്കുള്ള. അപ്പോൾ 2 ട്രിപ്പ് ഇരിക്കാം. അതിൽ ആദ്യത്തെ ട്രിപ്പ് 50 പേരിരുന്നു. ചോറും കറിയൊക്കെ വിളമ്പി. ചോറും കറിയെല്ലാം പകുതിയായി. സഹോദരി ഇവളെ വിളിച്ച് പറഞ്ഞു, റോസേച്ചി ഞാൻ അവിടെ നിന്ന് എല്ലാവരും കഴിച്ചിട്ടേ പോകാമെന്ന് പറയുന്നുണ്ട്. ജനം ഒരുപാട് നിൽക്കുക, ചോറും കറിയൊക്കെ പകുതിയായി. നമുക്ക് ചെമ്പടപ്പത്ത് വെച്ച് തീ കത്തിക്കാം, ചോറ് എന്നാലും വെക്കാം, കറിക്കാൻ എന്ത് ചെയ്യും? ഇവൾ തന്നെ ഒരു മാർഗ്ഗം കണ്ടെത്തി. ക്രിസ്മസ് അല്ല, എല്ലാ വീട്ടിലും കറിയൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാ വീടുകളിലും പോയി പാത്രം കൊണ്ട് പോയി മേടിക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു. ഇവളെ പറഞ്ഞു, റോസമ്മേ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പറ്റ കർത്താവ് മരിച്ചു പോട്ടൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കും, നീ അനങ്ങാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് 50 പേര് ഇരുന്ന് വിളമ്പി. ചോറ് കുറയുന്നില്ല. 3 വിളമ്പി, 4 വിളമ്പി, 5 വിളമ്പി, 6 വിളമ്പി. 100 പേർക്ക് വെച്ച വിഭവങ്ങൾ 700 പേര് സമൃദ്ധമായിട്ട് കഴിച്ചു.